ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യങ്ങൾ ലോക രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വിവിധ പാർട്ടികളിലെ ആളുകൾ ഉൾപ്പെടുന്ന പല ഡെലിഗേഷൻസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ ഒരു ഡെലിഗേഷനെ ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് നേതാവും മുൻ UN അണ്ടർ സെക്രട്ടറി ജനറലും ആയ ശശി തരൂറാണ്. 4 കാര്യങ്ങളാണ് നമ്മളിവിടെ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. 1. എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങളിൽ ഓരോ രാജ്യങ്ങളിലും ചെന്ന് ഇതിന്റെ വിവരങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ഗതികേട് വന്നത്? 2. എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാവായ ശശി തരൂരിനെ തിരഞ്ഞെടുത്തത്? 3. എന്തുകൊണ്ടാണ് BJPയുടെ വിദേശകാര്യമന്ത്രി ലേസർ കണ്ണുള്ള S ജയശങ്കറെ ഇതിൽ ഉൾപ്പെടുത്താത്തത്? 4. ഈ മുഖമിനുക്കൽ പരിപാടി കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകുമോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നലെയാണ് കേന്ദ്ര ഗവൺമെന്റ് 7 ഓൾ പാർട്ടി ഡെലിഗേഷൻ ഫോം ചെയ്തുകൊണ്ടുള്ള ഔദ്യോഗിക അറിയിപ്പ് ഇറക്കിയത്. അതിൽ പറഞ്ഞിരിക്കുന്നത് തീവ്രവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ സീറോ ടോളറൻസിന്റെ മെസ്സേജ് ലോക രാജ്യങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സർവകക്ഷി ഡെലിഗേഷൻ ഓപ്പറേഷൻ സിന്ദൂരിന്റെ പശ്ചാത്തലത്തിലും അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിനെതിരെയുള്ള തുടർച്ചയായ പോരാട്ടത്തിന്റെ വെളിച്ചത്തിലും ഈ മാസം അവസാനത്തോടുകൂടി ലോകത്തിലെ വിവിധ പാർട്ട്ണർ രാജ്യങ്ങളും UN സെക്യൂരിറ്റി കൗൺസിലും സന്ദർശിക്കുന്നതിന് വേണ്ടി 7 ഓൾ പാർട്ടി ഡെലിഗേഷൻ രൂപീകരിച്ചിരിക്കുകയാണ്. ഈ സർവകക്ഷി ഡെലിഗേഷൻ എല്ലാ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെയും നേരിടുന്നതിനുള്ള ഇന്ത്യയുടെ ദേശീയ ഐക്യത്തെയും ദൃഢനിശ്ചയത്തെയും ഉയർത്തി കാണിക്കും. തീവ്രവാദത്തോട് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്നുള്ള രാജ്യത്തിന്റെ ശക്തമായ സന്ദേശം അവർ ലോക രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കും. ഈ കമ്മിറ്റികളിൽ വിവിധ പാർട്ടികളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളും പ്രമുഖ രാഷ്ട്രീയ വ്യക്തിത്വങ്ങളും മികച്ച ഡിപ്ലോമാറ്റുകളുമാണ് ഉള്ളത്. ഈ 7 കമ്മിറ്റികളിൽ ഓരോന്നിനെയും നയിക്കുന്നത് കോൺഗ്രസിൽ നിന്നുള്ള ശശി തരൂർ, BJPയുടെ രവിശങ്കർ പ്രസാദ്, JDUവിൽ നിന്നുള്ള സഞ്ജയ് ഝാ, BJPയിൽ നിന്നുള്ള ബൈജയന്ത് പാണ്ഡെ, DMKയുടെ കനിമൊഴി, NCPയിൽ നിന്നുള്ള സുപ്രിയ സുലെ, ശിവസേനയിൽ നിന്ന് ഏക്നാഥ് ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഏക്നാഥ് ഷിൻഡെ എന്നിവരാണ്. ഈ ഓരോ ഡെലിഗേഷനിലും ഉള്ള ആളുകളുടെ ലിസ്റ്റും അവർ സന്ദർശിക്കുന്ന രാജ്യങ്ങളുമാണ് ഇത്. ആദ്യമായി എന്തുകൊണ്ടാണ് ലോക രാജ്യങ്ങളെ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യകത വന്നത് എന്ന് നോക്കാം. പഹൽഗാമിലെ തീവ്രവാദ ആക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാന്റെ തീവ്രവാദ ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി. ലോകത്തിലെ ഒരൊറ്റ രാജ്യം പോലും നമുക്കൊപ്പം നിന്നില്ല. മോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും 2 രാജ്യങ്ങളോടും ഒരേ നിലപാടാണ് പുലർത്തിയത്. അമേരിക്കയോ ഇംഗ്ലണ്ടോ ഓസ്ട്രേലിയയോ ന്യൂസിലൻഡോ യൂറോപ്യൻ രാജ്യങ്ങളോ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ഒരൊറ്റ രാജ്യങ്ങളോ ഇന്ത്യക്കൊപ്പം നിന്നില്ല എന്നുള്ളതാണ് വസ്തുത. വാക്കുകൊണ്ടെങ്കിലും അല്പമെങ്കിലും സപ്പോർട്ട് ചെയ്തത് ഇസ്രയേലും അഫ്ഗാനിസ്ഥാനും മാത്രമായിരുന്നു. പക്ഷേ ഈ 2 രാജ്യങ്ങളുടെയും പിന്തുണ ലഭിക്കുന്നതും ലഭിക്കാതിരിക്കുന്നതും ഒരേപോലെയാണ് എന്നതാണ് വാസ്തവം. അങ്ങനെ ലോകത്തിലെ ഒരു രാജ്യവും ഇന്ത്യക്കൊപ്പം നിൽക്കാതെ വന്ന സാഹചര്യത്തിലാണ് ലോക രാജ്യങ്ങളെ ഇതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ഗതികേട് വന്നത്. എന്നാൽ പാകിസ്ഥാന് പരിപൂർണ പിന്തുണയുമായി ചൈനയും ടർക്കിയും റഷ്യയും അസർബൈജാനും നിലയുറപ്പിച്ചു. എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഒന്നും ഇന്ത്യയെ പിന്തുണയ്ക്കാത്തത്? ഒറ്റ കാരണമേ ഉള്ളൂ. കഴിഞ്ഞ 11 വർഷങ്ങളായി തുടരുന്ന മോദി ഭരണത്തിൽ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യക്കുള്ള പ്രസക്തി പരിപൂർണമായി നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുകയാണ്. ഇതിന് വിദേശകാര്യമന്ത്രി ജയശങ്കറോ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലോ മാത്രമല്ല ഉത്തരവാദി. സത്യസന്ധമായി പറഞ്ഞാൽ ഇവർ 2 പേരും ഇതിന് ഉത്തരവാദികളല്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ആരാണ് ഇതിന് ഉത്തരവാദി? ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമാണ് ഇങ്ങനെയൊരു ഗതികേട് ഇന്ത്യക്ക് വരാനുള്ള കാരണം. ലോകത്തിലെ 5-1 ജനങ്ങൾ വസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയും ഏറെ താമസിയാതെ 3ാമത്തെ സാമ്പത്തിക ശക്തിയും ആകാൻ പോകുന്ന രാജ്യം. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ പിന്തുണയ്ക്കാൻ ലോകത്തിലെ മറ്റൊരു രാജ്യവും തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ എത്ര ദയനീയമാണ് എന്ന് ഓർക്കണം. ലോകത്തിൽ നരേന്ദ്രമോദിയെ പോലെ ഇത്ര വിദേശ ടൂറുകൾ നടത്തിയ മറ്റൊരു രാഷ്ട്രീയക്കാരൻ ഈ ലോകത്തിൽ തന്നെ വേറെ ആരുമില്ല. ഇത്രയേറെ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച മോദിക്ക്, അതും പല രാജ്യങ്ങളും 8ഉം 10ഉം പ്രാവശ്യം വരെ സന്ദർശിച്ച മോദിക്ക് ആ രാജ്യങ്ങളുടെ ഒന്നും പിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഇവരൊന്നും ഇന്ത്യയെ പിന്തുണയ്ക്കാത്തത്? നരേന്ദ്രമോദി ഇന്ത്യയെ അപ്രസക്തമാക്കി കളഞ്ഞു എന്നുള്ളതാണ് കാരണം.
ഇന്ത്യയിൽ നടക്കുന്നത് എന്താണെന്നും നരേന്ദ്രമോദിയുടെ പ്രവൃത്തികൾ എങ്ങനെയാണെന്നും ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും വ്യക്തമായി മനസ്സിലായിരിക്കുന്നു. അതുപോലെ BJPയുടെ IT സെൽ എന്ന ഫേക്ക് ന്യൂസ് ഫാക്ടറിയും മോദിയുടെ സപ്പോർട്ടേഴ്സായ മന്ദഭക്തരും പടത്തിവിടുന്ന ഫേക്ക് ന്യൂസുകളും കലാപ ആഹ്വാനങ്ങളും മതസ്പർദ്ധ വളർത്തുന്ന പോസ്റ്റുകളുമെല്ലാം ലോകമെല്ലാം കണ്ട് മനസ്സിലാക്കി. അങ്ങനെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യക്കെതിരെ വളരെ ശക്തമായ വികാരമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും എങ്ങും വ്യാപകമായതോടുകൂടി വളരെയേറെ ഇന്ത്യക്കാരുടെയും ഇന്ത്യ ഭരിക്കുന്ന BJPയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും തനിനിറം എല്ലാ വിദേശ രാജ്യങ്ങൾക്കും വ്യക്തമായി മനസ്സിലായി. ഇന്ന് ലോകത്തിലെ ഏറ്റവും വെറുക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറി എന്ന് പറയുന്നത് അതിശയോക്തിയല്ല. എല്ലാത്തിനും കാരണം നരേന്ദ്രമോദിയും മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന വിവേകമില്ലാത്ത മന്ദഭക്തരും മാത്രമാണ്. G20 ഇന്ത്യയിൽ നടത്തിയത് വലിയ വിജയമാണ് എന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. വാസ്തവത്തിൽ ഓരോ പ്രാവശ്യവും G20 നടത്തുന്നത് G20യിൽപ്പെട്ട ഓരോ രാജ്യങ്ങളിൽ വെച്ചാണ്, അല്ലാതെ ഇന്ത്യയിൽ നടത്തിയതിന് യാതൊരു പ്രാധാന്യവുമില്ല. ഈ G20യിൽപ്പെട്ട ഒരു രാജ്യം പോലും ഇന്ത്യയെ പിന്തുണച്ചില്ല. അതുപോലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള 4 രാജ്യങ്ങളുടെ കൂട്ടായ്മയായ കാർഡ് ഗ്രൂപ്പിലെ ഒരു രാജ്യം പോലും ഇന്ത്യയെ പിന്തുണച്ചില്ല. അതായത് ഇത് പാകിസ്ഥാനെതിരെയുള്ള പ്രതിരോധ ആക്രമണത്തെ തുടർന്ന് പെട്ടെന്നുണ്ടായ ഒരു പ്രതിഭാസമല്ല, കഴിഞ്ഞ 11 വർഷത്തെ മോദി ഭരണത്തിന്റെ ഫലമായി ഉണ്ടായതാണ്. ഇനി രണ്ടാമത്തേത്, എന്തുകൊണ്ടാണ് ശശി തരൂരിനെ ഇതിൽ ഒരു ഡെലിഗേഷൻ ലീഡ് ചെയ്യുന്ന ആളായി തിരഞ്ഞെടുത്തത് എന്ന് നോക്കാം. തീർച്ചയായും വിദേശ നയതന്ത്ര കാര്യങ്ങളിൽ ശശി തരൂരിനെ പോലെ യോജിച്ച ആളുകൾ വളരെ ചുരുക്കമാണ് എന്നതിൽ തർക്കമില്ല. UN അണ്ടർ സെക്രട്ടറി ജനറൽ ആയി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹത്തിന് വിവിധ രാജ്യങ്ങളിലെ പ്രധാന ആളുകളുമായി വളരെ അടുത്ത ബന്ധവുമുണ്ട്. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ യോഗ്യത ഒരു മാനദണ്ഡം തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി അദ്ദേഹത്തെ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഒരു രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് വ്യക്തമാണ്. കാരണം പലപ്പോഴും കോൺഗ്രസ് നിലപാടിന് വിരുദ്ധമായി നിലകൊണ്ടിട്ടുള്ള ആളാണ് ശശി തരൂർ. കോൺഗ്രസ് നേതൃത്വവുമായി ശശി തരൂരിനുള്ള ബന്ധത്തിൽ വിള്ളലുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അത് മുതലെടുക്കാൻ വേണ്ടി കൂടിയാണ് അദ്ദേഹത്തെ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. കോൺഗ്രസിനോട് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഉൾപ്പെടുത്തേണ്ട 4 പേരുടെ ലിസ്റ്റ് കൊടുക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസ് നൽകിയ 4 പേരുടെ ലിസ്റ്റ് ഇതാണ്. മുൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്ന ആനന്ദ് ശർമ്മ, കോൺഗ്രസിന്റെ ലോക്സഭയിലെ ഉപനേതാവ് ഗൗരവ് ഗഗോയ്, രാജ്യസഭാ MP സയ്യദ് നാസിർ ഹുസൈൻ, ലോക്സഭാ MP രാജ ബ്രാർ. അതായത് ഈ ലിസ്റ്റിൽ നിന്ന് കോൺഗ്രസ് സൗകര്യപൂർവ്വം സർവ്വതാ യോഗ്യനായ ശശി തരൂരിനെ ഒഴിവാക്കി. ഈ ലിസ്റ്റിലുള്ള 4 പേരും യോഗ്യർ തന്നെയാണെങ്കിലും ശശി തരൂർ ആയിരിക്കണം ആ ലിസ്റ്റിൽ ഉണ്ടാവേണ്ട ആദ്യത്തെ പേര്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പാർട്ടി നേതൃത്വവും ശശി തരൂരുമായുള്ള അസംതൃപ്തി. അത് മുതലെടുക്കാൻ കൂടി വേണ്ടിയാണ് അദ്ദേഹത്തെ ഒരു കമ്മിറ്റിയുടെ ലീഡറായി തെരഞ്ഞെടുത്തത്. ഇനി മൂന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കറെ ഇതിൽ ഒരു കമ്മിറ്റിയിലും ഉൾപ്പെടുത്താത്തത്? അതിന്റെ കാരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒറ്റപ്പെടലിന് അദ്ദേഹത്തെ ബലിയാടാക്കുക എന്നുള്ളതാണ്. ഇത് മോദിയുടെ പരാജയമല്ല, മറിച്ച് വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ പരാജയമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ സൗകര്യപൂർവ്വം ഒഴിവാക്കിയിരിക്കുന്നത്. ലോകത്തെ എല്ലാ വിദേശ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം വഷളാകുന്നതിന് കാരണം വിദേശകാര്യമന്ത്രി ജയശങ്കർ അല്ല എന്ന് ഞാൻ തീർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. രാജ്യത്തിന്റെ പ്രവർത്തനത്തിലും ശക്തിയിലും നിന്നാണ് വിദേശ രാജ്യങ്ങളുമായി മികച്ച ബന്ധം ഉണ്ടാവുന്നത്. രാജ്യത്തിന്റെ പ്രവർത്തനം വളരെ മോശമായി ശക്തി ചോർന്നു പോകുന്നതിന് കാരണമായത് മോദിയും അമിത്ഷായും ഒക്കെ ചേർന്ന BJPയുടെ നേതൃത്വമാണ്. ഇനി 4ാമത്തെ വിഷയം, ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വിവിധ രാജ്യങ്ങളിൽ ഈ 7 ഡെലിഗേഷനുകൾ യാത്ര ചെയ്ത് അവിടുത്തെ നേതാക്കളെ കാണുക വഴി ഇന്ത്യയുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ കഴിയുമോ? വളരെ സങ്കീർണമായ ഒരു കാര്യമാണ് ഇത്. മോദി സർക്കാർ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് പാകിസ്ഥാനെതിരെ നടത്തിയ സൈനിക നീക്കമാണ് ഇന്ത്യയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയത് എന്നാണ്. എന്നാൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല ഇത്. ഞാൻ മുൻപ് ചെയ്ത പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കുണ്ടായ വലിയ വിലയിടിവിനെ കുറിച്ച്. മന്ദഭക്തർ അന്നും ഇന്നും അത് സമ്മതിക്കാൻ തയ്യാറല്ലെങ്കിലും വാസ്തവം അതാണ്. മോദിയുടെ കീഴിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യയുടെ വില ഇല്ലാതായിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഡെലിഗേഷൻ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ പ്രധാന രാജ്യങ്ങളുടെ ഒന്നിന്റെയും പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഇവരെ കാണാൻ കൂട്ടാക്കുകയില്ലെന്ന്
100% ഉറപ്പാണ്. ചില ചെറിയ രാജ്യങ്ങളുടെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ചിലപ്പോൾ ഇവരെ കാണാൻ തയ്യാറായേക്കും. എന്നാൽ ലോകത്തിൽ സ്വാധീനമുള്ള ഒരു രാജ്യങ്ങളുടെയും ഏറ്റവും പ്രധാന നേതാക്കൾ ഇവരുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകുകയില്ല. ചില ചെറിയ നേതാക്കളെയോ സെക്രട്ടറിമാരെയോ കണ്ട് സംസാരിച്ച് തൃപ്തിപ്പെടേണ്ടി വരും. അതുകൊണ്ട് 100% ഉറപ്പിച്ചുകൊള്ളൂ, ഒരു മാറ്റവും ഉണ്ടാവാൻ പോവുകയില്ല. ഇന്ത്യയുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ ഇവർ ഈ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുക വഴി ഒരിക്കലും മെച്ചപ്പെടുത്താൻ സാധിക്കുകയില്ല. മറിച്ച് ഇവർക്ക് സർക്കാർ ചെലവിൽ ഒരു സമ്മർ വെക്കേഷൻ നടത്താൻ സാധിക്കും എന്നത് മാത്രമായിരിക്കും ഇതിൽ നിന്നുള്ള പ്രയോജനം. മോദിയുടെ വിദേശ സന്ദർശനങ്ങൾ പോലെ രാജ്യത്തിന് വെറുതെ പണം പാഴാക്കി കളയാം. ഒരിക്കൽ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കുക എളുപ്പമല്ല. ഇനി ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യക്ക് ഒരു വിലയുണ്ടാക്കി എടുക്കണമെങ്കിൽ, ഇന്ത്യയുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കണമെങ്കിൽ മികച്ച നേതാക്കൾ പതിറ്റാണ്ടുകൾ ഭരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ അവലോകനങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?